ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2023 സെൻസർ ചെയ്യപ്പെട്ട സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമകൾക്കുള്ള നാഷണൽ അവാർഡ് പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് 6 മണിക്കായിരുന്നല്ലോ നടന്നത്. മികച്ച നടനുള്ള അവാർഡ് 2 പേർക്കാണ് ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്നത്. അതിലൊന്ന് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ വിക്രാന്ത് മാസിയാണെങ്കിൽ മറ്റൊന്ന് ഷാറുഖ് ഖാനാണ്. വിക്രാന്ത് മാസിക്ക് 12th ഫെയിൽ എന്ന സിനിമയിൽ അഭിനയത്തിനാണ് അവാർഡെങ്കിൽ ഷാറുഖ് ഖാൻ ലഭ്യമായിരിക്കുന്നത് ജവാൻ എന്ന അറ്റ്ലി സംവിധാനം ചെയ്ത 2023 ചിത്രത്തിനാണ്. ഒരു പക്ഷേ ഷാറുഖ് ഖാൻ പോലും തനിക്ക് അവാർഡ് മികച്ച നടന് ലഭ്യമായി എന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിയിട്ടുണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. അത്രത്തോളം കോമഡി ആയിട്ട് മാറിയിട്ടുണ്ട് ഈ അവാർഡ് എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ നാഷണൽ അവാർഡ് കോമഡി കാറ്റഗറിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴത്തെ വീണ്ടും ഒരിക്കൽ കൂടി കോമഡി കാറ്റഗറിയിലേക്ക് അവാർഡ് മാറുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഷാറുഖ് ഖാന്റെ കാറ്റഗറി മാത്രമല്ല, ദി കേരള സ്റ്റോറിക്ക് പോലും അവാർഡ് ഉണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 12th ഫെയിലിലെ പ്രകടനത്തിന് വിക്രാന്ത് മാസി അവാർഡ് ഡിസർവ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ അതേസമയം ഷാറുഖ് ഖാൻ തൊട്ടിപ്പുറത്ത് എങ്ങനെയാണ് മികച്ച നടനുള്ള അവാർഡ് പങ്കിടാനായിട്ട് കഴിയുക എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യചിഹ്നം. അവാർഡ് പ്രഖ്യാപനത്തിന് മുന്നേ വരെല്ലാം തന്നെ നമ്മുടെ മലയാളികൾ പ്രതീക്ഷിച്ചത് പൃഥ്വിരാജ് സുകുമാരന്റെ മികച്ച നടനുള്ള അവാർഡ് ആടുജീവിതം എന്ന സിനിമയുടെ പേരിൽ ലഭ്യമാക്കുമെന്നായിരുന്നു. എന്നാൽ വ്യക്തിപരമായി വലിയ പ്രതീക്ഷകളൊന്നും തന്നെ അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം എമ്പുരാൻ വിവാദം തന്നെ ആ പേരിൽ തന്നെ പൃഥ്വിരാജിനെ തടയപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് തന്നെ സൂചനകൾ ലഭ്യമായതാണ്. വിക്രാന്ത് മാസി മാത്രം മികച്ച നടനുള്ള അവാർഡ് നേടിയെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ തൊട്ടിപ്പുറത്ത് SRKയുടെ പേര് വരുമ്പോൾ എങ്ങനെയാണ് ഈ നാഷണൽ അവാർഡ് ജൂറി കമ്മിറ്റിക്ക് ആടുജീവിതത്തിലെ പൃഥ്വിരാജിനേക്കാൾ വലിയ പ്രകടനമാണ് SRK എന്ന് പറഞ്ഞ് അവിടെ ഉറപ്പിക്കാനായിട്ട് കഴിയുക എന്ന് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ അവശേഷിക്കുന്നു. എന്തായാലും എക്സിൽ ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ SRKക്ക് ജവാനിൽ അവാർഡ് ലഭ്യമായതുപോലെ തന്നെ 2 വർഷം മുന്നേ അല്ലു അർജുന് പുഷ്പയുടെ പേരിലും ലഭ്യമായിരുന്നു. വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ ജവാനിലെ SRKയുടെ പ്രകടനത്തെക്കാൾ എന്തുകൊണ്ടും അല്ലു അർജുൻ തന്നെയാണ് മികച്ചു നിൽക്കുന്നത് എന്നാണ് അഭിപ്രായം. ഇതേ രീതിയിലാണ് ജൂറി അവാർഡ് തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത വർഷം പുഷ്പ 2ന്റെ പേരിലായിരിക്കും അല്ലു അർജുൻ അവാർഡ് ലഭ്യമാകുക. കാത്തിരിക്കൂ കൂടുതൽ വീഡിയോകൾക്ക്.